പാതപീഠത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ഹല്ലേലൂയ. വചനം പറയുന്നു, 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും വാഗ്ദത്തം പോലെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മധ്യേ ഉണ്ടാവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ സന്നിധിയിൽ കഴിയുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്ന. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്ന ഒന്നും വൃഥാവല്ല. കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അവിടുത്തെ സ്ഥാനത്തിനായി ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഹബക്കൂക്കിന്റെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 17, 18, 19 വാക്യങ്ങൾ. ഹബക്കൂക്കിന്റെ പ്രവചനം 3:17, 18, 19. ഞാൻ വായിക്കാം. ആക്കിയില്ല. ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ഗോശാലകൾ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു. അവൻ എന്റെ പേട്ടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിൽ മേൽ എന്നെ നടക്കുമാറാക്കുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഹബക്കൂക്കിന്റെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 17, 18, 19 വാക്യങ്ങളാണ് നാം വായിച്ചത്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണ്. ഏത് സാഹചര്യത്തിലും നമ്മെ ബലപ്പെടുത്തുന്ന, നമുക്ക് വേണ്ടി നമ്മളെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ വചനമാണിത്. ഹല്ലേലൂയ. അതിൻ്റെ ഈ 3-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോഴേ അതിൻ്റെ ആദ്യത്തെ വാക്യം എഴുതുമ്പോഴേ ഇങ്ങനെ വായിക്കുന്നത്, വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതം. ആക്ച്വലി ഇത് സങ്കീർത്തന പുസ്തകത്തിൽ വരേണ്ടതാണ്. ഇതൊരു ഗീതമാണ്, സങ്കീർത്തനമാണ്. സങ്കീർത്തനം മാത്രമല്ല, ഒരു പ്രാർത്ഥനാ ഗീതവും കൂടാണ്. അല്ലല്ലേ? അതിൻ്റെ അവസാനത്തെ ആ വാക്യങ്ങൾ എഴുതിയുമ്പോൾ അത് എഴുതിയിട്ടുണ്ട്, സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ. അപ്പോൾ ഇത് സങ്കീർത്തന പുസ്തകത്തിൽ വരേണ്ട നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമായിട്ടാണ് ഈ 3-ാം അധ്യായം മാത്രം എഴുതിയിരിക്കുന്നത്. ഇവിടെ ഹബക്കൂക്കിന്റെ പ്രവചനം നമ്മളെ ഓർപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, ഒലിവ് വൃക്ഷത്തിന്റെ പ്രയത്നം നിഷ്ഫലമാകും, നിലങ്ങൾ ആഹാരം വിളയ്ക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയുമില്ല. ഹല്ലേലൂയ. ഈ സാഹചര്യങ്ങളിലെല്ലാം എല്ലാം പ്രതികൂലമായിരുന്നാലും ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കൈ എന്തായിരിക്കും? അനുകൂലമായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ അത്തിവൃക്ഷം എന്നൊക്കെ പറയുന്നത് പൊളിറ്റിക്കലാണ്, ഈ രാഷ്ട്രീയമായ കാര്യത്തെ പറ്റിയാണ്. അതാണ് അത്തിവൃക്ഷം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അപ്പം കർത്താവ് അപ്പോൾ അത്തിവൃക്ഷത്തിൻ്റെ പറഞ്ഞിരിക്കുന്ന പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എല്ലാം ബാഡായിരിക്കും. എന്ത് യുദ്ധങ്ങൾ, യുദ്ധസ്തുതികളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കും. മുന്തിരിവള്ളിയിലെ പ്രയത്നം നിഷ്ഫലമാകുമെന്ന് പറഞ്ഞാൽ ആത്മീയമായ ഈ മുന്തിരിവള്ളിയുടെ അനുഭവം ഞാൻ ആസ്വദിക്കുവോളം എന്ന് പറഞ്ഞാൽ ആത്മീയമായ കാര്യങ്ങളിലെല്ലാം എന്താണ് പറയുന്നത്? നിഷ്ക്രിയത്വം. പിള്ളേർക്കൊന്നും പണ്ടത്തെ പോലൊന്നും ഉത്സാഹവും താല്പര്യമില്ല. വലിയവർക്കാണെങ്കിലും ചർച്ചിൽ പോയിട്ടും വലിയ കാര്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഓരോ നികൃഷ്ടമായ ഓരോ വഴി കൂടെ ജനങ്ങൾ പോകും. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഒലിവൃക്ഷത്തിന്റെ പ്രയത്നം നിഷ്ഫലമാവും. ഒലിവൃക്ഷം എന്ന് പറയുമ്പോൾ അത് മോറലായിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുക. കാര്യങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി നടന്നെന്ന് വരികയില്ല. ഹല്ലേലൂയ. എന്നാലും ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. അപ്പം നമ്മൾ പ്രതികൂലങ്ങളെ കണ്ടു നോക്കാതെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവത്തിന് അത്ഭുത കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വാക്യം നമ്മെ എന്ത് ചെയ്യുന്നത്? ഓർപ്പിക്കുന്നത്. അല്പസമയം നാം ചിന്തിക്കാൻ പോകുന്നത് ഇക്കാര്യമാണ്. പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടാതെ ദൈവത്തിൻ്റെ മുഖത്തിൽ നിന്ന് എങ്ങനെ നമുക്കൊരു അനുഗ്രഹം, ഹല്ലേലൂയ, ഒരു ബലം, ശക്തി, അതിനെ നേരിടാനുള്ള ഒരു ആത്മശക്തി നമുക്ക് ലഭിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. അതിനാണ് വേണ്ടി അല്പസമയം നമ്മൾ അതാണ് ചിന്തിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയും കരുണയും ഒന്ന് മാത്രമാണ് ഓരോ ദിവസവും നമ്മെ നടത്തുന്നത്. പലപ്പോഴും നമ്മൾ ഈ ഭൂമിയിലോട്ട് നോക്കിക്കഴിയുമ്പോൾ നിരാശയാകും. മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കി അവരുടെ ഇവരുടെയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേ വചനം പറയുന്ന, അവിടെ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, മനുഷ്യരിൽ ആശ്രയിക്കരുത്, യഹോവയിൽ തന്നെ ആശ്രയിക്കുക. നമ്മൾ ചിലപ്പോൾ മാനുഷികമായ രീതിയിൽ കൂടെ
നമ്മുടേതായ ബുദ്ധിക്ക് ജ്ഞാനത്തിനും ഒക്കെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഫെയിലാകും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാം പ്രതികൂലമാണെങ്കിലും ഞാൻ എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ എന്ത് ചെയ്യും? ഘോഷിക്കും. എങ്ങനെ സാധിക്കും? പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ ചിലപ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു പ്രയോജനം കിട്ടുന്നില്ലല്ലോ കർത്താവേ, ഇതെന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ? ഇങ്ങനെയൊക്കെ നമ്മൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ, വചനം നമ്മെ ഓർപ്പിക്കുന്നത് നമ്മളെ ഓർപ്പിക്കുന്നത് ആ പ്രതികൂലങ്ങളെ കണ്ട് നീ ഭയപ്പെടേണ്ട. ആ പ്രതികൂലങ്ങളെ മധ്യത്തിൽ അതിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു വലിയവനായ ദൈവമുണ്ട്. ഹല്ലേലൂയ, അവൻ്റെ സാന്നിധ്യം നമുക്കൊന്ന് അനുഭവിക്കാൻ നോക്കുമോ? ഹല്ലേലൂയ, നമ്മുടെ സിറ്റുവേഷന് എല്ലാം ചേഞ്ച് ആകും. ഈ വാക്യം അറിയാവുന്നത് കൊണ്ടാണ് ലൈൻ മ്യൂട്ട് ചെയ്യട്ടോ. ഏത് ലൈനിൽ കൂടെ സൗണ്ട് വരുന്നേ? ഹല്ലേലൂയ. അപ്പോഴേ പ്രതികൂലങ്ങളെ കണ്ട് നമ്മൾ ഭയപ്പെടില്ല. അതായത് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലെ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴേ ഈ പൗലോസ് അപ്പോസ്തലനെയും സീലാസിനെയും കൂടെ ഇവിടെ കൊണ്ടുവന്നിട്ടെന്നറിയാമോ? കാരാഗൃഹത്തിലോട്ട് കൊണ്ടിട്ടു. അങ്ങ് ചെറിയ ഒരു ഇടിയിലല്ല ഇട്ടത്, വളരെ എന്ത് ചെയ്തു? അടുപ്പിച്ചു. ഹല്ലേലൂയ, വളരെ അടുപ്പിച്ചിട്ട് 16-ാം അധ്യായത്തിന്റെ നമ്മൾ 16-ാം അധ്യായത്തിലെ അതിൻ്റെ ഒരു അതെ 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 24-ാം വാക്യത്തിലെ 24 23-ാം വാക്യത്തിലെ അവരെ വളരെ അടുപ്പിക്കാൻ കൽപ്പിച്ചു. അന്ന് വായിക്കും. അവരെ ശേഷം തടവിലാക്കി കാരാഗൃഹ പ്രമാണിയോട് അവരെ സൂക്ഷ്മത്തോടെ കാൽപ്പാൻ കൽപ്പിച്ചു. അവർ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആപത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. നമുക്ക് ആ സ്റ്റോറി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ നോക്കിക്കോണേ, അവരുടെ വസ്ത്രം ഉരിഞ്ഞ് കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. സാധാരണ അടിയിൽ ഈ കോലെന്നൊക്കെ പറയുന്നത് നല്ല നമ്മുടെ നാട്ടിലെ ഈ പോലീസിന്റെ കയ്യിലിരിക്കുന്ന ലാത്തിയൊന്നും അല്ല, അതിന്റെ 2-3 ഇരട്ടിയുള്ള വലിയ കോൽ. അതിൻ്റെയൊക്കെ അറ്റത്തൊക്കെ ആണെങ്കിൽ ഈ ഷാർപ്പായിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടിച്ചിട്ട് വലിക്കുക. ഇത്രയുള്ള കോൽ കൊണ്ടൊക്കെ അടുപ്പിച്ച്, അതുകൊണ്ടാണ് അവരുടെ മുറിവുകൾ, ശരീരത്തിൽ അനേകമായ മുറിവുകൾ, അവരുടെ ശരീരത്തായി യാതൊരു ഹോപ്പുമില്ല. എന്തിനു വേണ്ടി ഇറങ്ങിയെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടിയാണ്. കർത്താവ് സുവിശേഷം നിമിത്തമാണ് അവർക്ക് ഈ അടിയെല്ലാം കൊണ്ടുവന്നത്. അർദ്ധരാത്രിക്ക് ഉറക്കവുമില്ല. എങ്ങനെ ഉറങ്ങാൻ പറ്റും? ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ പോകുമ്പോൾ പടയാളികളെല്ലാം കൂടെ അവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. മാത്രമോ കൈ ഇട്ട് ഈ മുറിവ് നിന്ന് തടവാൻ പോലും കൈയും കാലും കൂടെ ആമത്തിലിട്ട് എന്ത് ചെയ്തു? അവരുടെ കാലാമത്തിലിട്ട് പൂട്ടുകയും ചെയ്തു. ഹല്ലേലൂയ. സാഹചര്യം നോക്കി, ഇതുപോലും പ്രതികൂലമായ ഒരു സാഹചര്യം നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. അതുപോലുള്ള വലിയ സാഹചര്യത്തിന്റെ മധ്യത്തില് ഹല്ലേലൂയ നോക്കിക്കോണേ, അവരെന്ത് ചെയ്തെന്നറിയാമോ? അർദ്ധരാത്രിക്ക് ശീലാസും പൗലോസും കൂടെ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ച് ദൈവത്തെ അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ. അതാണ് സാഹചര്യം നമ്മൾ നോക്കാതെ, സാഹചര്യത്തെ സകലത്തെയും കൺട്രോൾ ചെയ്യുന്ന സകലത്തിന്റെ ഉടയവനായ സർവശക്തന്റെ മുഖത്തേക്ക് നാം ഒന്ന് നോക്കുമ്പോൾ, സങ്കീർത്തനക്കാരൻ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതനായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ദാവീദ് പറയുന്നു, ഞാൻ എൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. ഹല്ലേലൂയ, എനിക്ക് സഹായം അവിടെ നിന്ന് വരും. അപ്പൊ ഇവരുടെ കാലും കയ്യും ഒന്നും അല്ല നോക്കിയത്, പാടി അങ്ങോട്ട് സ്തുതിക്കാനുള്ള ഒരു ആത്മശക്തി അങ്ങോട്ട് വന്നപ്പോൾ അവനങ്ങോട്ട് ദൈവത്തെ അങ്ങോട്ട് സ്തുതിച്ചപ്പോൾ ഹല്ലേലൂയ, ഇവിടെ എന്താണ് ദൈവത്തിന്റെ ഉദ്ദേശം? ഹല്ലേലൂയ, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അവരെ പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കാലാകം പ്രമാണിയുടെ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടണം. അവിടെ യേശുവിന്റെ നാമം എന്ത് ചെയ്യണം? ഉയരണം. ഹല്ലേലൂയ. 31-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്യുന്നു? ത്യാഗം. നോക്കണേ, കർത്താവായ യേശു ക്രിസ്തു സുവിശേഷം അറിയിച്ചു. ആ സുവിശേഷം അറിയിച്ചതിന്റെ കണ്ടിന്യൂഷനാണ്. അപ്പോസ്തലൻ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടതയിൽ എന്ത് ചെയ്യാം? പങ്കുള്ളവരായി തോന്നും. അവന്റെ കഷ്ടതയിലെ കുറവായതും ഞാൻ എൻ്റെ ശരീരത്തെ എന്ത് ചെയ്യുന്നു?
പൂരിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഒരു വ്യക്തിയെ രക്ഷിക്കാൻ വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചപ്പോൾ, വേദന അനുഭവിച്ചപ്പോൾ, ആ വേദനകളെ മറന്നിട്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി അടുപ്പിച്ച ദൈവം, അയ്യോ കർത്താവേ നിന്റെ നാമത്തിന് വന്നതാണല്ലോ, ഒരു പരാതിയും പറയാതെ ദൈവത്തെ അങ്ങോട്ട് പാടി സ്തുതിച്ചപ്പോൾ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നോക്കിക്കണമേ. ഹല്ലേലൂയ. ആ ചെങ്കടലൊക്കെ കടന്നപ്പോഴേ ഇസ്രായേൽ ജനം അങ്ങോട്ട് പോയി അത്ഭുതങ്ങൾ കണ്ടുവെച്ചാ, പിന്നെ അവര് ചെറിയൊരു പരീക്ഷയോട് വിട്ടപ്പോൾ അവരവിടെ എന്ത് ചെയ്തു? പിറുപിറുത്ത് പോയി. നമ്മൾ എന്തിനാണ് ദൈവം ഇങ്ങനെ നടത്തുന്നത്? നമ്മൾ നമ്മുടെ വിശ്വാസം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ. ഇവർ ഈ വിശ്വാസത്തിന്റെ മുഖത്ത് അവരെ ഉറച്ച് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, എൻ്റെ ദൈവം ദോഷമായിട്ട് ഒന്നും ചെയ്യത്തില്ല, ഹല്ലേലൂയ, തന്നിൽ ആശ്രയിക്കുന്നവർക്കും തന്നെ വിശ്വസിക്കുന്നവർക്കും, റോമാലേഖനത്തിൽ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? തന്നിൽ ദൈവം എന്ത് ചെയ്യുക? എല്ലാം നന്മയ്ക്കായി, തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ആ വിശ്വാസത്തോടെ. അപ്പൊ ഈ ഹബക്കൂക്കിന്റെ ഈ പ്രാർത്ഥനയൊക്കെ എന്ത് ചെയ്യുക? നമ്മുടെ ഈ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു? ആപ്ലിക്കബിൾ ആക്കി. പുസ്തകം വായിക്കുക മാത്രമല്ല, അത് പ്രമാണിക്കുകയും കൂടെ ചെയ്തപ്പോഴേ ഹബക്കൂക്കൊക്കെ നല്ല കാണാതെ പഠിച്ച് പൗലോസ് പഠിക്കുക. കാര്യങ്ങളെല്ലാം പ്രതികൂലമെങ്കിലും ഞാൻ യഹോവയിൽ എന്ത് ചെയ്യും? ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തില് ഘോഷിക്കും. ഹല്ലേലൂയ. അങ്ങനെ അവരങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഹല്ലേലൂയ. അനേകര്, ഒന്നും രണ്ടും ആളുകളല്ല, ആ തടവിൽ, ആ കാരാഗ്രഹത്തിൽ കിടക്കുന്ന അനേകരുടെ ചങ്ങലകൾ എന്ത് ചെയ്തു? അഴിഞ്ഞുപോയി. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു. നോക്കിക്കോണേ, ഒരു മനുഷ്യൻ മാത്രമല്ല ഇവിടെ കാരാഗ്രഹ പ്രമാണി കുടുംബവും രക്ഷിക്കപ്പെട്ടെങ്കിൽ ഈ അനുഭവം കണ്ട പടയാളികൾക്കിടെ എല്ലാം എന്ത് ചെയ്യുക? മനസ്സിൽ എന്ത് ചെയ്യുക? ഒരു ജീവിക്കുന്ന ദൈവത്തെ പറ്റിയുള്ള ഒരു അവബോധം. അങ്ങനെ ഒരു സഭ അതിങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് എന്താണ് കൈസര്യയിലുള്ള സഭയും ആ ഹേരോദാവിന്റെ കൊട്ടാരത്തിൽ പോലും എന്ത് ചെയ്യുക? വിശ്വാസികളായി ഒരു വലിയൊരു സഭ അവിടെ ഉളവാകുവാൻ സാധിച്ചു. എന്ന് പറഞ്ഞാൽ സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി അവർ രക്തവും വെള്ളം കൊടുത്തപ്പോഴേ ചങ്കും കൈയും കാലും എല്ലാം അവരുടെ എന്ത് പ്രതികൂലം ഉണ്ടായോ അതിനെ എല്ലാം സാക്രിഫൈസ് ചെയ്തപ്പോൾ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മഹിമയ്ക്കായി അത് തീരുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചില സാഹചര്യങ്ങളിൽ കൂടെ കർത്താവ് നടത്തുമ്പോഴേ നമ്മൾ അവിടെ കിടന്ന് ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ദൈവം അതിൻ്റെ ആ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഹബക്കൂക്കിന്റെ പ്രവചനത്തിന്റെ 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, അതിന്റെ 2:3 ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. ഹല്ലേലൂയ. അപ്പൊ അത് എല്ലാത്തിനും ഒരു സമയം വെച്ചിരിക്കുക. തക്ക സമയത്ത്, അതാണ് വചനം പറയുന്നത്, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരങ്ങളിൽ നിരിപ്പീൻ. ഹല്ലേലൂയ. പലപ്പോഴും ഈ പരീക്ഷകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അനാവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനിയിപ്പം പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യം ഒന്നും ഇല്ല. രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഒരു രാജാവ് ഇതുപോലെ ഒരു കാര്യം പറഞ്ഞു. 2-ാം അധ്യായത്തിലെ 2-ന്റെ അതെ 2-ാം അധ്യായത്തിലെ ഇനിയിപ്പം പ്രാർത്ഥിച്ചിട്ട് വലിയ കാര്യം ഒന്നും ഇല്ല. അതിന്റെ 2-ാം അധ്യായത്തിൽ 2 രാജാക്കന്മാരെ 6-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിലെ ഇതാ ഈ അനർത്ഥം യഹോവയാൽ വരുന്നു, ഞാൻ ഇനി യഹോവയെ കാത്തിരിക്കുന്നത് എന്തിനെന്ന് രാജാവ് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഈ രാജാവ്, ഈ ചെറിയ കാര്യമല്ല, ശമര്യയില് ഭയങ്കര ഒരു ക്ഷാമം, ഒരു സാധനം കിട്ടാനില്ല. സാധനത്തിന്റെ വില കേൾക്കണോ? അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ അതിന്റെ 25-ാം വാക്യത്തില് അവർ ശമരിയെ വളഞ്ഞിരിക്കുമ്പോൾ അവിടെ മഹാക്ഷാമം ഉണ്ടായി. ഒരു കഴുത തലയ്ക്ക് 80 വെള്ളിക്കാശും പ്രാവിൻ കാഷ്ടത്തിന് 5 വെള്ളിക്കാശും വില കയറി. നോക്കിയോണേ, ഈ കാഷ്ടമൊക്കെ എന്തോ
ഇത് മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്, ഇത് എന്തുവാ? അപ്പം വിലയുടെ പോകുവാണ്. 5 എന്ന് പറഞ്ഞാൽ $5 വിലയുണ്ട്. ഹല്ലേലൂയ. അപ്പോഴേ ഒരു സ്ത്രീ താഴോട്ട് വായിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു കൊച്ചിനെ പുഴുങ്ങി തിന്നു. പിറ്റേ ദിവസം ഇവള് പറഞ്ഞു എൻ്റെ കൊച്ചിനെ തരാമെന്ന്. ഇതൊക്കെ കേട്ടപ്പോഴ് രാജാവ് പറഞ്ഞ എന്താണ്? 27-ാം വാക്യത്തില്, അതിന് അവൻ, യഹോവ നിന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ എവിടുന്ന് നിന്നെ രക്ഷിക്കേണ്ടു? രക്ഷിക്കേണ്ടു. ഈ രാജാവിനെയും കൊണ്ടൊക്കെ എന്തോ ചെയ്യാന്ന് പറ്റൂ? ഈ രാജാവ് ഇതുപോലെ നിരാശയുടെ വാക്കുകൾ, സ്ത്രീകളാണ് കൊച്ചുങ്ങളെയൊക്കെ പുഴുങ്ങി തിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അടി. എന്നാൽ ഇവിടെ ഒന്ന് ദൈവത്തിങ്കിലേക്ക് നോക്കണമോ? ഹല്ലേലൂയ. ഒന്ന് ദൈവത്തിലൊന്ന് ആശ്രയിക്കണമോ? ഒന്ന് കണ്ണീരൊഴുകണമോ? ഹല്ലേലൂയ. ഒന്ന് താഴ്ത്തി ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് കുറ്റമൊന്ന് ഏറ്റു പറയണമോ എന്നുള്ള വിചാരം ഒന്നും ഇദ്ദേഹത്തിനില്ല. ഇദ്ദേഹം ഈ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെയും എന്നിട്ട് പറയാ, ഈ ഏലീശായുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് ഏലീശായെ കൊല്ലാൻ വേണ്ടി ആളിനെ വിട്ടിരിക്കുക ഇല്ലേ? ഈ 31-ാം വാക്യത്തില് ശഫാത്തിന്റെ മകനായ എലീശയുടെ തല എന്റെ ഉടൽമേലിരുന്നാൽ ദൈവം എന്നോട് തക്കവണ്ണം അധികവും ചെയ്യുമോ? പ്രവാചകന്റെ അടുക്കലാണ് ഇവൻ കളിക്കുന്നത് ഈ രാജാവ്. ഈ നിരാശയുടെ വാക്ക് പറയാന്നാല് ഏലീശ എന്ത് പറഞ്ഞു? ഹല്ലേലൂയ. ഇത് കേട്ടപ്പോഴേ ഏലീശ പറഞ്ഞു, 7-ന്റെ 1-ാം വാക്യത്തിലുണ്ട്, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിക്കൽ ശേക്കലിന് 1 സെയ ഗോതമ്പ് മാവും ശേക്കലിന് 2 സെയ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്തു. എന്നാ രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ എന്താ പറഞ്ഞേ? കിളിവാതിൽ ഉണ്ടാക്കിയാലും അവൻ നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടോ? മാറി മാറി കണ്ടില്ല. ഇവന് നെഗറ്റീവിന് കറക്റ്റ് സമയത്തിന് കറക്റ്റ് ആൻസർ പ്രവാചകൻ കൊടുത്തു. അവന് നമുക്കറിയാം, കഥകളൊക്കെ അറിയാം. അവനതിൽ നിന്ന് കഴിച്ചോ? അവനെ എല്ലാവരും കൂടി എടുത്തിട്ട് ചവിട്ടിക്കളയുകയും ചെയ്തു. ആകാശത്തിന്റെ കിളിവാതിൽ തുറക്കുകയും ചെയ്തു. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം പ്രവാചകൻ എന്ന് പറഞ്ഞ ഈ കണ്ണ് തുറന്നവനാ പ്രവാചകൻ. ഈ കണ്ണ് കുരുടാകി ഇരിക്കുന്നവരാണ് എന്ത് ചെയ്യുന്നത്? ഈ താഴോട്ട് നോക്കുന്നത്. ഈ പന്നിയൊക്കെയാണ് ഇത് ചാവാൻ നോക്കുമ്പോഴാണ് ആകാശത്തോട്ട് ഒരു പ്രാവശ്യം ജീവിതത്തിൽ നോക്കുക. അതേ ഉള്ള അതിൻ്റെയൊക്കെ സ്വഭാവം. ഭൂമിയിലല്ല, ഉയരത്തിലുള്ളത് നാം എന്ത് ചെയ്യണം? ചിന്തിക്കണം. ഹല്ലേലൂയ. പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോഴേ അയ്യോ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് അവരെയും ഇവരെയും കുറ്റം പറയാതെ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന? ഏലീശയെ കുറ്റം പറയുക. എന്നാൽ ഇദ്ദേഹത്തിന്റെ കുറ്റം എന്ത് ചെയ്യുക? അദ്ദേഹം ഇവർ അന്യ ദൈവത്തെയൊക്കെ ആരാധിച്ച് ദൈവത്തെ വിട്ടുപോയ കാര്യങ്ങളൊന്നും ഇവർക്കൊരു വിഷയമല്ല. എന്നാൽ ദൈവത്തിങ്കിലേക്ക് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ പ്രവാചകന് അവന്റെ കണ്ണു തുറന്നിരിക്കുക. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഏലീശ ആദ്യായത്തിൽ തന്നെ ഉണ്ട്. 6-ന്റെ 16-ാം വാക്യത്തില് ഈ ശമര്യ പട്ടണത്തെ മുഴുവൻ ഇങ്ങനെ വളർന്നിരിക്കുക. ബാല്യക്കാരൻ പറയാ, അയ്യോ മുഴുവൻ പട്ടണം എന്ത് ചെയ്യുക? വളഞ്ഞിരിക്കുന്നു, നാം എന്ത് ചെയ്യും? 18-ാം വാക്യത്തില് ഏലീശ എന്നാ പറഞ്ഞ എന്താ? കർത്താവേ, ഇവന്റെ കണ്ണൊന്ന് തുറക്കണമേ. നമ്മോടുകൂടെ ഉള്ളവർ അവരോടുകൂടെ ഉള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ ഈ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിൽ ഒരുപാട് സീക്രട്ട് ഉണ്ട്. ഹല്ലേലൂയ. ചിലപ്പോൾ പലപ്പോഴും നമ്മൾ ഈ കുരുട്ട് കണ്ണും കുരുട്ട് ചെവിയും കൊണ്ടും ഒക്കെ പലപ്പോഴും പലത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിനൊന്നും ഒരു ശക്തി അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. കുരങ്ങന്റെ പുതിയ തേങ്ങ കിട്ടുന്ന മാതിരി ഈ വചനത്തിനകത്ത് ഇരിക്കുന്ന ശക്തി, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ള വചനമാണ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. ഹല്ലേലൂയ. ആ തക്ക സമയത്ത് പറയുന്ന ആ വാക്ക്, അധികാരത്തിന്റെ വാക്ക്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിൽ പറയുന്ന വാക്ക്, ആ വചനം വെറുതെ വരാതെ ഞാൻ അയച്ച കാര്യം സാധിപ്പിച്ച് മടങ്ങി വരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ. പലപ്പോഴും ആ വചനം നമ്മുടെ വായിലുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെയാണ് അതിന് ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഭാരങ്ങളും പ്രയാസങ്ങളും നോക്കി പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി കഴിയുമ്പോൾ ഹല്ലേലൂയ പിന്നെയും എന്ത് ചെയ്യാം? പ്രശ്നങ്ങൾ കുറയല്ല. ചിലല്ലേ മുറിവ് കരിയുമല്ല, മുറിവങ്ങ് എന്ത് ചെയ്യാം? വലുതാകുക. എന്നിട്ട് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ പ്രവാചകൻ പറയുന്നത് നാളെ അത്ഭുതം സംഭവിക്കുക. അതുപോലും വിശ്വസിക്കാനുള്ള എന്താണ് പറയുന്നത്? ആ സ്പിരിച്വൽ ഒരു മെച്യൂരിറ്റി ഇല്ല. ഹല്ലേലൂയ. വിശ്വാസത്തിൽ നമ്മൾ വന്നിട്ട് എത്ര നാളെ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഇത് കാലങ്ങളും സമയമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഉപദേഷ്ടാക്കന്മാര് അതിൻ്റെ പ്രായമൊക്കെ കഴിഞ്ഞ് ചെറിയ ചെറിയ സില്ലി കാര്യങ്ങളെ നമ്മൾ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങളെ, ഹല്ലേലൂയ, അതിനെ അങ്ങ് ഓർത്തുകൊണ്ട് ഭാരപ്പെടാതെ
തക്ക സമയത്ത് ദൈവമേ നീ പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവം എൻ്റെ മുമ്പാകെ നടന്നു പോകുന്നു. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ ജയമെടുക്കും. ഹല്ലേലൂയ. ആ വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ വായിന്ന് അങ്ങോട്ട് വരുമ്പോഴേ അവിടെയാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? സന്തോഷിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താ? നമ്മോടുകൂടെ ഉള്ളവരിലെ നമ്മോടുകൂടെ ഉള്ളവർ അവരോടുകൂടെ ഉള്ളവരിലും ആദ്യമാകുന്നു. ബാല്യക്കാരന്റെ കണ്ണ് തുറക്കണമേ എന്ന് എലിശ പ്രാർത്ഥിച്ചപ്പോൾ ചുറ്റും എന്ത് ചെയ്യാ? അതിന്റെ മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു. മനസ്സിലായോ? കഥകളൊക്കെ നല്ല കഥകളെല്ലാം സംഭവിച്ച കഥയാണ്. ഹല്ലേലൂയ. ഇവർക്ക് പിന്നെന്ത് ചെയ്യുക? ആഹാരം കൂടെ കൊടുത്തിട്ടാണ് എലീശ വിട്ടത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി കാണണം. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായിട്ട് ദൈവം നമ്മുടെ മധ്യേ ഉണ്ട്. പലപ്പോഴും ആ നമ്മുടെ കണ്ണ് അങ്ങോട്ട് തുറങ്ങാതെ ആ ഉള്ളിലെ കണ്ണ് പ്രാർത്ഥിക്കും, പറയും നിങ്ങളുടെ ഹൃദയദൃഷ്ടി എന്ത് ചെയ്യണം? ഒന്ന് പ്രകാശിക്കണം. ഹല്ലേലൂയ. വിളിയാലുള്ള ആശയൊക്കെ ഒന്ന് അറിയണം. നാം ആരാണെന്ന് നാം ഒന്ന് മനസ്സിലാക്കണം. കർത്താവ് പടയിൽ കയറിയപ്പോഴേ പടകം എന്ത് ചെയ്തു? മർക്കോസിന്റെ സുവിശേഷത്തിലെ പടകം കാറ്റുമടിച്ച് പടകം അങ്ങ് മുങ്ങാറായി. അവസാനം കോളെല്ലാമായി സമുദ്രത്തിൽ പോകുമ്പോൾ ഇവരെ ഉണർത്തിയിട്ട് കർത്താവ് എന്ത് ചെയ്തേ? കാറ്റിനെയും കടലിനെയും എന്ത് ചെയ്തു? ശാസിച്ചു. കാറ്റേ, നീ ബഹളം ഒന്നും ഉണ്ടാക്കാതെ ഒന്ന് പതുക്കെ ഒന്ന് നീക്കി, ഇങ്ങനെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ? അല്ല, അധികാരം, ആ അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ആനയുടെ ശക്തി അറിയത്തില്ലെന്ന് പറഞ്ഞ മാതിരിയും എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് വാഴ്ചകളെ, അധികാരങ്ങളെ, ആയുധവർഗം വെപ്പിച്ചിട്ട് അവയെല്ലാം അവിടെ ഒതുക്കി. ഈ കാറ്റിനെയും കടലിനെയും ഇളക്കുന്നതിന് പുറകിൽ ഒരു പൈശാചിക ശക്തിയുണ്ട്. ചില രോഗങ്ങളെ കാണുമ്പോഴേ ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടുപോന്നാണ് കർത്താവ് പറയുന്നത്. ഹല്ലേലൂയ. ആ രോഗത്തിന്റെ പുറയിലുള്ള സീക്രട്ട് കർത്താവ് മെഡിക്കൽ കോളേജിലൊന്നും പഠിച്ചതൊന്നും അല്ല. പക്ഷെ കർത്താവിന് സകലം അറിയാം. ഈ രോഗിയെ കാണുമ്പോൾ അവന്റെ രോഗത്തിന്റെ പ്രോബ്ലം, അവനിൽ വ്യാപരിക്കുന്ന ചില ഡീമൻസ്, അത് ചില പിള്ളേർ ഒരിക്കലും കല്യാണം വേണ്ട, കാര്യം വേണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ പോകുമ്പോൾ നമ്മൾ അയ്യോ ഇവൻ്റെയൊക്കെ സ്വഭാവം എന്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കുറ്റം പറയാതെ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ കണ്ണ് തുറന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഒരു സാത്താന്യ ശക്തി എന്ത് ചെയ്യുക? ഇവന് ബാധിച്ചിരിക്കുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ പോകുന്നു. ചില ചർച്ചിൽ ചില വിഷയങ്ങൾ ചിലർ ചാടിപ്പിടിച്ച് എല്ലാത്തിനും കയറി ബഹളം ഉണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മനുഷ്യരെ അല്ല കുറ്റം പറയേണ്ടത്. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക ശക്തികളുണ്ട്. ഹല്ലേലൂയ. ചില രോഗങ്ങൾക്ക് പുറകെ, ചില വിഷയങ്ങൾക്ക് പുറകെ ഓരോരുത്തരും ഓരോ പൈശാചിക ശക്തി അങ്ങ് മൂടിപ്പിടിച്ച് അങ്ങ് ഇരിക്കും. ഹല്ലേലൂയ. അതാണ് സാത്താൻ ഇടം കൊടുത്തിട്ട് നമ്മൾ അറിയത്തില്ല. എപ്പോഴും സാത്താൻ കയറിയ ദൂഴിയാണ് വരുന്നതെന്ന് അറിയത്തില്ല. നിമിഷം നേരം കൊണ്ട് തന്നെ പത്രോസിനെ കർത്താവ് എന്ത് ചെയ്തു? ശാസിച്ചു. സാത്താനെ എന്നെ വിട്ട് പോവും. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ഈ സാത്താന്യ ശക്തികള് പുറകെ കിടക്കും. നമ്മൾ അറിയാതെ നമ്മളെ വായൊക്കെ കയറി അറ്റാക്ക് ചെയ്യും. നമ്മളത് മനസ്സിലാക്കി അതിനെ ശാസിച്ച് വിട്ട് കഴിയുമ്പോൾ പിന്നെ അതെന്ത് ചെയ്യാം? അവനോട് എതിർത്തിൽപ്പേൻ, ദൈവത്തിന് കീഴടങ്ങുകയും സാത്താന്റെ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. ഹല്ലേലൂയ. ചില ദുഷ്ടശക്തികൾ ഇങ്ങനെ ഗ്രാജുവലായിട്ട് കയറി കുടുങ്ങി പിന്നെന്ത് ചെയ്യുക? രോഗമാക്കി മറ്റിയാക്കി നമ്മളെ അങ്ങ് ഒതുക്കിക്കളയും. ഹല്ലേലൂയ. എന്നാൽ നാം ആത്മാവിനൊന്ന് നിറയുമ്പോൾ, ഒന്ന് സന്തോഷിക്കുമ്പോൾ, ഹല്ലേലൂയ, ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുന്ന പോലെ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ആ പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ ഒന്നും നോക്കാതെ കർത്താവിൽ ഒന്ന് സന്തോഷിക്കുമ്പോൾ, ഒരു പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു, എന്താണ്? കൃപയീൻ ആത്മാവാൽ നിറയാൻ നമ്മുടെ ദുരിതങ്ങൾ ഹിമം പോലെ അലിയട്ടെ, ഇല്ലേ? കൃപയീൻ ആത്മാവാൽ നിറയാൻ നമ്മുടെ ദുരിതങ്ങൾ ഹിമം പോലെ അലിയട്ടെ, പരമവിളിയുടെ വിരുദിനായി നമ്മെ വിളിച്ചവനെന്നും നടത്തിടും. സ്തുതിപ്പിൻ ദൈവജനമേ, സ്തുതികളിന്മേൽ വസിക്കും പ്രിയനെ, അനുദിനം അവൻ ചെയ്ത നന്മകൾ അനൽപമേ മനം മറക്കുമോ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ്. അപ്പം നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിനാൽ അങ്ങോട്ടങ്ങ് നിറയുമ്പോൾ, അതാണ് യോഹന്നാന്റെ സ്നാപകം പറയുമ്പോഴേ, എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ എന്ത് ചെയ്യാം? പരിശുദ്ധാത്മാവിലും തീരും കൊണ്ട് എന്ത് ചെയ്യും? സ്നാനം കഴിപ്പിക്കും. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇങ്ങോട്ട് വരുമ്പോൾ ഈ ദുഷ്ട പിശാചൊക്കെ എന്ത് ചെയ്യാം?
ആ കൃപയും ആത്മാവിൽ അങ്ങോട്ട് നിറയുമ്പോഴേ ആ രോഗശക്തി ബന്ധനശക്തികളെല്ലാം അങ്ങ് പോകും. ഇവരങ്ങോട്ട് ദൈവത്തെ അങ്ങോട്ട് പാടി അങ്ങോട്ട് സ്തുതിച്ചപ്പോഴേ, പൗലോസും ശീലാസും കൂടെ അങ്ങോട്ട് പാടി അങ്ങോട്ട് സ്തുതിച്ചപ്പോൾ ആ ദൈവശക്തി അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഹല്ലേലൂയ, ആ കാരാഗ്രഹം, അടിസ്ഥാനം എന്ത് ചെയ്യുക, അങ്ങോട്ട് കുലുങ്ങി. ചില സാത്താന്യ ശക്തികൾ, സാത്താന്യ കോട്ടകൾ ഹല്ലേലൂയ നമ്മെ ബന്ധിച്ചിരിക്കുന്ന, ഹല്ലേലൂയ സാമ്പത്തികമായി, രോഗമായിട്ട്, ഹല്ലേലൂയ മാനസികമായിട്ട് ബന്ധിച്ചിരിക്കുന്ന അന്ധകാര ശക്തികളെ ജയിക്കണമെങ്കിൽ ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലോട്ട് നാം അങ്ങോട്ട് നിറയണം. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം, പ്രവചന പുസ്തകം 40 അധ്യായത്തിൽ വാക്യമുണ്ട്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, കഴിയന്മാരെ പോലെ ചീറകാട്ടിച്ച് ഉയരും, അവർ ക്ഷീണിക്കയില്ല, തളർന്നു പോവുകയില്ല. ആ ദൈവശക്തി അങ്ങോട്ട് വ്യാപരിക്കുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ വിട്ടുപോകും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രശ്നങ്ങളെ ഒന്ന് നോക്കാം. കർത്താവേ, നിന്റെ ആത്മശക്തി എനിക്ക് വേണം. തന്നോട് യാചിക്കുന്നവർക്ക് കർത്താവ് എന്തുവാ? പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ കർത്താവേ, നമുക്കൊരു നല്ലൊരു പാഠം കൊണ്ട് തരും. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നല്ലോ, കർമേഘത്തിനുള്ളിൽ ഞാൻ മിന്നും സൂര്യ ശോഭ കാണും, കാർമേഘത്തിനുള്ളിൽ ഞാൻ മിന്നും സൂര്യ ശോഭ കാണും, പരപരമേശ വരമരുളീശ നീയത്രേയൻ രക്ഷാസ്ഥാനം. ഹല്ലേലൂയ. പക്ഷേ ആ പാട്ടുകളൊക്കെ ഇങ്ങോട്ട് തന്നെ ഇങ്ങ് വരും. എൻ്റെ ഒരു വാക്യത്തിൽ പറഞ്ഞു, നിന്നോടൊന്നിച്ചുള്ള വാസം എൻ്റെ കണ്ണുനീർ തുടയ്ക്കും. ആ നിരാശയുടെ വാക്കുകൾ അറിയാതെ ദൈവം പ്രത്യാശയുടെ വാക്കിങ്ങോട്ട് തരും, പ്രത്യാശയുടെ പാട്ടിങ്ങോട്ട് തരും. നമ്മൾ അങ്ങോട്ട് പാടി അങ്ങോട്ട് സ്തുതിക്കുമ്പോൾ ഹല്ലേലൂയ. ഇരുട്ടിന്റെ ശക്തികൾക്ക് ഒരു അധികാരമില്ല. കാറ്റിനോടും കടലിനോടും കർത്താവ് എന്താ പറഞ്ഞേ? കാറ്റിലെയും കടലിനെയും ശാസിച്ചു. ഹല്ലേലൂയ. ആത്മശക്തി ഇങ്ങോട്ട് വരുമ്പോൾ ഹല്ലേലൂയ കർത്താവ് നമ്മോട് പറയും ചിലതിനെയൊക്കെ അങ്ങോട്ട് ശാസിക്കാൻ. ഇല്ലേ? എസെക്കിയേൽ 37 അധ്യായത്തില് ചില ഉണങ്ങിയ അസ്ഥികള് വർഷങ്ങളായിട്ട് ഇരുന്ന് ഉണങ്ങിയിരിക്കുക, ഒരു പ്രയോജനവുമില്ല. പ്രാർത്ഥനയുമില്ല, സ്തുതിയുമില്ല, സ്തോത്രവുമില്ല, ഒന്നുമില്ല, ഉണങ്ങി പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ഈ അസ്ഥികളോട് പറഞ്ഞ്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. അവരിലോട്ട് എന്ത് ചെയ്യണം? അവരിലോട്ടൊന്നും ചെയ്യണം, അവരോട് പ്രവചിക്കണം. ദൈവത്തിന്റെ വചനം വന്ന് അസ്ഥികളോട് ഒന്ന് കേൾപ്പിക്കണം. ചിലവരൊന്ന് കേട്ട് ഒന്ന് വിശ്വസിച്ച് കഴിയുമ്പോൾ ഹല്ലേലൂയ ഈ അസ്ഥികളിൽ ഒരു കാറ്റങ്ങോട്ട് എന്ത് ചെയ്യുക? അവരോട് പ്രവചിക്കുക. കാറ്റപ്പോഴെന്ത് ചെയ്തു? കർത്താവ് അയച്ചു. അല്ലേ? എസെക്കിയേൽ ഈ അസ്ഥികളൊക്കെ എന്ത് ചെയ്യുക? ഒരു വലിയ സൈന്യമായിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ. അപ്പം ചില വിഷയങ്ങളിലോട്ട് നമ്മളങ്ങോട്ട് പ്രാർത്ഥിച്ച് അവയെ അങ്ങോട്ട് ശാസിച്ചിട്ട് ഹല്ലേലൂയ അവയോട് ദൈവത്തിന്റെ വചനം അങ്ങോട്ട് അറിയിക്കുമ്പോൾ, ഇല്ലേ? വാക്യം 37 അധ്യായത്തിലെ അസ്ഥിയോട് എന്ത് ചെയ്യുക? വന്ന് ചേരും. ചില വിഷയങ്ങളുടെ മുമ്പിൽ ഭാരപ്പെടാതെ ആ വിഷയങ്ങളുടെ മുമ്പിൽ അങ്ങോട്ട് പ്രവചിച്ച് അസ്ഥിയോട് പറയുമ്പോൾ അസ്ഥിയോട് എന്ത് ചെയ്യുക? വന്ന് ചേരും. ഇല്ലേ? അതിൻ്റെ 7 വാക്യത്തില് എന്നോട് കൽപ്പിച്ചതുപോലെ, എസെക്കിയേൽ 37 വാക്യം, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി, അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവിടെ മേൽ ഞരമ്പും മാംസവും വന്നു അവരുടെ മേൽ തൊക്കും പൊതിഞ്ഞിരിക്കുന്നത് കണ്ടു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. നാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എടുക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ എന്ത് ചെയ്യാം? ഓരോന്നോരോന്ന് അങ്ങോട്ട് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. 12 വാക്യത്തിലെ അതുകൊണ്ട് നീ പ്രവചിച്ചവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റിക്കൊണ്ട് പോകും. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് 14 വാക്യത്തിലെ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. ഈ വചനം പറയുന്നത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാലത്രേ. എസെക്കിയേൽ പുസ്തകത്തിൽ തന്നെ അതിന്റെ 36 വാക്യത്തിലെ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും, കല്ലായുള്ള നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഹല്ലേലൂയ. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അങ്ങോട്ട് വരുമ്പോഴേ എല്ലാ വാക്യം വായിക്കുന്നില്ലേ? നിങ്ങളുടെ മേൽ ക്ഷാമം വരുത്താതെ ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ വൃക്ഷങ്ങളും ഫലങ്ങളും വിളവുകളും ഒക്കെ എന്ത് ചെയ്യുക? വർദ്ധിക്കും.
നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെയൊക്കെ അങ്ങോട്ട് വിട്ടു തിരിയും. ഹല്ലേലൂയ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണമെങ്കിൽ ഈ ദുർമാർഗ്ഗങ്ങളും ദുർശക്തികളും ഒക്കെ, ചില അന്ധകാര ശക്തികളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആത്മാവ് പ്രവർത്തിക്കത്തില്ല. ഹല്ലേലൂയ. അതിനായിട്ടാണ് അങ്ങോട്ട് ആത്മശക്തിയിൽ അങ്ങോട്ട് കർത്താവേ നിന്റെ ആത്മാവിനെ പകരണം, എൻ്റെ ഹൃദയത്തിൽ ഒരു ആത്മാവിനെ പുതിയൊരു ഹൃദയം തരണമേ, കല്ലായുള്ള ദുഷ്ടശക്തികളൊക്കെ അങ്ങോട്ട് വിട്ടു പാറട്ടെ കർത്താവേ, എന്നെ ഒന്ന് ശക്തീകരിക്കണമേ, എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ എന്ന് നാം ഒന്ന് ഹൃദയം തുറങ്ങി പാടുമ്പോൾ, അതാണ് വസ്ത്രങ്ങളെല്ലാം ഹൃദയങ്ങളെ തന്നെ എന്ത് ചെയ്യാം, ഹൃദയങ്ങളെ തന്നെ തുറന്ന് എൻ്റെ അടുക്കിലേക്ക് വരുവേൻ. ഹല്ലേലൂയ. യോവേൽ പുസ്തകത്തിൽ പറയുമ്പോഴേ ഹൃദയങ്ങളെ തന്നെ കീറി ദൈവസന്നിധി വരുമ്പോൾ വചനം പറയുന്നത്, തകർന്ന് നുറുങ്ങിയുള്ള ഹൃദയത്തെ ഞാൻ നിരസിക്കയില്ല. ഹല്ലേലൂയ. ഓ ദൈവം ഉന്നതനെങ്കിലും ഉയരത്തിൽ വസിക്കുന്നവനെങ്കിലും മനസ്താപവും മനോവിനിയുള്ളവരോടുകൂടെ വസിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നാം നമ്മുടെ ഹൃദയത്തെ അങ്ങോട്ട് തുറന്നു കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും കൂടെ എന്ത് ചെയ്യും, അത്താഴം കഴിക്കും. ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മുടെ ആഴമായിട്ട് നമ്മുടെ കർത്താവിന് വേണ്ടി നമുക്ക് ഹൃദയം അങ്ങോട്ട് തുറന്നു കൊടുക്കുമ്പോൾ അവിടുന്ന് ഉള്ളിൽ വന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ നമ്മുടെ ഉള്ളിൽ വന്നിരുന്ന് കർത്താവിന്റെ പ്രവൃത്തി അവിടെ ചെയ്യും. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ ചില ആളെ നോക്കി അയ്യോ കർത്താവെ പോയെന്നും പറഞ്ഞുകൊണ്ട് നിരാശപ്പെടാനുള്ള അല്ല. ഹല്ലേലൂയ. ദൈവജനം ഒരു ശക്തിയായിട്ട്, ഒരു സൈന്യമായിട്ട് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആ ഒരു കൃപ പ്രാപിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവാഹ സമയം നമ്മോട് അറിയിക്കുക. ഹല്ലേലൂയ. ആ കൃപയുടെ ആത്മാവിനാൽ അങ്ങോട്ട് നിറയുവാൻ, ദൈവശക്തിയിലോട്ട് നിറയുവാൻ. ഹല്ലേലൂയ. ഇവിടെ ഹബക്കൂക്ക് പറയുന്നത് ഒരു കാര്യമുണ്ട്. ഹബക്കൂക്ക് 2-ാം അധ്യായത്തില് നമ്മൾ വായിച്ചപ്പോഴേ, 2-ാം അധ്യായത്തിൽ വായിച്ചപ്പോഴേ അതിന്റെ 2:1 യഹോവയുടെ ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക. അതല്ല, അതെ അതെ അതെ, ആ 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ എന്നോട് അരുളിച്ചത്, 2-ാം വാക്യമാണ് വായിച്ചത്, അവൻ എന്നോട് അരുളി ചെയ്യുമെന്ന് എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടതെന്ന് കാണേണ്ടതിന് ഞാൻ ദൃഷ്ടി വെക്കും. ഹല്ലേലൂയ. ഇപ്പം ഈ ഈ ഹബക്കൂക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കംപ്ലൈന്റുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇല്ലേ? 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോഴേ, എൻ്റെ സാഹസം പ്രവാചകം, യഹോവേ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും, ഇല്ലേ? 1:1 നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. നീ എന്നെ നീതികേട് കാണുവാനാക്കുന്നു, പീഡനം വെറുക്കും നോക്കുന്ന എന്തിനെ? ഇങ്ങനെ എന്താണ്, കംപ്ലൈന്റും കൊണ്ടാണ് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത്. നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ നോക്കിയപ്പോഴേ എല്ലാം കംപ്ലൈൻറ്റ്, ഓരോ പ്രശ്നങ്ങളാണ്. എന്നാൽ ഇദ്ദേഹം പിന്നെ ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ 2-ാം അധ്യായത്തിലോട്ട് വരുമ്പോഴേ, എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയണമെന്ന് ദൃഷ്ടി വെക്കും, ഒരു തീരുമാനം അങ്ങ് എടുത്തു. ഹല്ലേലൂയ. അപ്പോൾ എന്തോ ചെയ്തു, ഉറച്ചൊരു തീരുമാനം എടുത്തപ്പം കർത്താവ് എന്താ പറഞ്ഞേ, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കണം, അതൊരു പലകയിൽ തെളിവായി വരയ്ക്കുക. അവിടെ അങ്ങോട്ട് എഴുതി വെക്ക, ഇന്ന വിഷയം, ഇന്ന സമയത്ത്, ഇന്ന വിഷയത്തിന് ദൈവം ഒരു പരിഹാരം കാണും. എൻ്റെ ദൈവം എന്നെ കൈവിടുന്ന ദൈവമല്ല. സാഹചര്യങ്ങൾ എന്തൊക്കെ ആയിക്കോട്ടെ, മാറി മറിഞ്ഞിട്ട് യഹോവ മാറാത്തവൻ. നിങ്ങളുടെ ആ ദൈവമായ കർത്താവ് എന്ത് ചെയ്യുക, മാറാത്തവൻ. ഒരു പാട്ടുകാരൻ പറയുന്നില്ലേ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ആ കർത്താവിൻ്റെ ആ സാന്നിധ്യം അങ്ങോട്ട് അനുഭവിക്കാൻ തുടങ്ങി. തീർച്ചപ്പെടുത്തി ദർശനം അങ്ങോട്ട് എഴുതി വെച്ചു. എന്നിട്ട് ഒരു കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലായി, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, ഒരുറപ്പ് അങ്ങോട്ട് താമസിക്കുകയില്ല. ഹല്ലേലൂയ. അപ്പൊ ഈ വിഷയം അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ദൈവം ഒരു പാട്ടും അങ്ങോട്ട് കൊടുത്തു. ഇല്ലേ? ദൈവമേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഞാൻ ഒരു കേൾവി കേട്ടുപോയി, ഞാൻ ഭയപ്പെട്ടു പോയി. എന്താ രാഗത്തില? വിഭ്രമ രാഗത്തില്. ഹല്ലേലൂയ. ആ വാക്കുകളാണ് ഒരു പാട്ടും അങ്ങോട്ട് കൊടുത്തു. കാരണം ദൈവത്തിനൊന്ന് ആശ്രയിക്കാൻ അങ്ങോട്ട് വെച്ചപ്പോൾ, ഹബക്കൂക്ക് ഒരു തീരുമാനം എടുത്തപ്പോൾ, ഹല്ലേലൂയ. അപ്പോൾ ദാനിയേൽ പുസ്തകത്തിൽ പറയുന്നത്, തന്റെ ദൈവത്തെ അറിയുന്ന ജനം എന്ത് ചെയ്യും? ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ആ പാറമേൽ, അതാണ് ഈ പറഞ്ഞ വചനത്താൽ ഒരു അടിസ്ഥാനം നമുക്ക് വേണം. ദൈവത്തിന്റെ വചനം നമ്മൾ അതിനെ ധ്യാനിക്കുമ്പോഴേ, യോശുവയോട് പറയുമ്പോൾ, നീ ഇതെന്ത് ചെയ്യാം, നീ ഭയപ്പെടരുത്, നീ വചനം രാവും പകലും എന്ത് ചെയ്യണം?
ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഈ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് നമ്മുടെ പ്രതികൂലങ്ങളുടെ സമയത്ത് ഈ വാക്യങ്ങൾ എടുത്ത് എന്ത് ചെയ്യണം? എടുത്ത് നമ്മുടെ വാക്കിൽ എന്ത് ചെയ്യും? കർത്താവ് തരും, നമ്മളെ ബലപ്പെടുത്തും. ഈ വചനം അന്നേരമാണ് ഒരു ജീവനായിട്ട് മാറുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം അങ്ങോട്ട് ജീവനായിട്ട് പോയപ്പോഴേ ഈ ഹബക്കൂക്ക് അങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിക്കും, ഞാൻ യഹോവയിൽ എന്ത് ചെയ്യും? ആനന്ദിക്കും. ഹല്ലേലൂയ. അതാണ് നെഹമ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞില്ലേ, യഹോവയെങ്കിലെ സന്തോഷം ഞങ്ങളുടെ ബലം. ഹല്ലേലൂയ. അപ്പൊ നമ്മളങ്ങോട്ട് സന്തോഷിക്കുമ്പോൾ, ഉല്ലസിക്കുമ്പോൾ ഈ നിരാശ കൊണ്ടുവരുന്ന ഈ സാത്താന്യ ശക്തികൾ എന്ത് ചെയ്യുക? അവർക്ക് അവിടെ നിൽക്കാൻ അധികാരമില്ല. നമ്മൾ വിചാരിക്കും ഈ കഷ്ടതയിൽ, ഈ പ്രയാസങ്ങളുടെ പ്രതികൂലത്തിൽ എങ്ങനെ സന്തോഷിക്കാൻ സാധിക്കും? യോബ് 10 മക്കള്, ടപ്പു ടപ്പു ടപ്പൂന്ന്. അടുത്തത് സ്വത്തുകളെല്ലാം, സാമ്പത്തിക ബുദ്ധിമുട്ട്, സ്വന്തം മക്കള് 10 പേര് മരിച്ചു. ഇങ്ങനെയുള്ള ഒന്നിന് പുറകെ ഒന്നായിട്ട് ഈ ടിഷ്യൂ പേപ്പർ എടുക്കുമ്പോൾ അതിന് പുറകെ ഓരോന്ന് ഇറങ്ങി വരുന്ന മാതിരി കഷ്ടതയുടെ അത്തിച്ചുളയിലോട്ട് പോയപ്പോഴേ പിന്നെ മാത്രമാണോ തൻ്റെ ശരീരത്തും കൂടെ അങ്ങോട്ട് വ്യാപിച്ചു. ഉണ്ടായിരിക്കുന്ന ആ സെക്കൻഡ് മണി ആ കൂടെ നിൽക്കാൻ നിന്ന തക്ക തുണ പറയുന്നത് എന്താണ്? നീ ഈ സമയത്ത് ഇങ്ങനെ ഇരുന്ന ഒക്കത്തില്ല, നീ ദൈവത്തെ എന്ത് ചെയ്യണം? ത്യജിച്ച് പറഞ്ഞിട്ട് പോയി ചാവ. ഇങ്ങനെയുള്ള ഒരു കൗൺസിലറും കൊടുത്തു. എന്നാല് യോബ് എന്താ പറഞ്ഞേ? ദൈവത്തിൽ നിന്ന് നാമേ നന്മ അനുഭവിച്ചു. നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ അങ്ങോട്ട് സംസാരിക്കുന്നു കണ്ടോ? ഏത് പ്രയാസങ്ങളും പ്രതികൂലങ്ങളുടെ മധ്യത്തില് ആ ദൈവത്തിന്റെ സാന്നിധ്യം അങ്ങോട്ട് അനുഭവിച്ചപ്പോഴേ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴേ അതാണ് യോബ് പറഞ്ഞ, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ഹല്ലേലൂയ. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഒരു ദിവസം എന്നെ പൊടിമേൽ ചെയ്യും, എന്നെ നിർത്തും. ഹല്ലേലൂയ. എന്റെ ശരീരം ഇങ്ങനെ പോയാലും ഞാൻ അവനെ എന്ത് ചെയ്യാം? ഞാൻ ദേഹസഹിതനായി എന്റെ പ്രിയനെ കാണും. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായി നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അവിടുന്ന് എബ്രായ ലേഖനത്തിൽ പറയുമ്പോഴേ അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യാം? എബ്രായ ലേഖനം 7-ാം അധ്യായത്തില് അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം ചെയ്യുവാൻ എന്നേക്കും ജീവിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കൊടുങ്കാറ്റുകളുടെ, നമ്മുടെ പ്രതികൂലങ്ങളെ അനുകൂലമാക്കുവാൻ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ ഉയരത്തിൽ നമുക്ക് വേണ്ടി ജീവനുള്ള ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. അവിടുന്ന് എന്ത് ചെയ്യാ? നമ്പർ ലൈൻ മുട്ടിയേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ആ കർത്താവിന്റെ ആ മധ്യസ്ഥ ഹല്ലേലൂയ എന്നേക്കും ജീവിക്കുന്നവനായി അവനെ സദാകാലവും എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോഴേ നമ്മളെ സദാകാലവും രക്ഷിക്കുവാൻ അവിടുന്ന് ശക്തനായ ദൈവമായി. ഹല്ലേലൂയ. നമ്മുടെ മധ്യേ നമ്മുടെ കർത്താവുണ്ട്. ഹല്ലേലൂയ. അവിടുന്ന് കൈവിടുന്ന ദൈവമല്ല. അവൻ വിളിച്ച ദൈവം വിശ്വസ്തൻ, ആ ദിവസം വരെ നടത്തുവാൻ ശക്തനായ യുദ്ധ വീരനാം ദൈവമായി. ഹല്ലേലൂയ. അവിടുന്ന് നമ്മുടെ മധ്യേ ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ നമുക്കൊന്ന് ആശ്രയിക്കാം. എല്ലാ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ ദൈവസന്നിധിയിൽ അങ്ങോട്ട് കൊണ്ടുവെക്കാം. ഹല്ലേലൂയ. ഈ മുള്ളും പറക്കാരെയും എല്ലാം കൂടെ എന്ത് ചെയ്യുക? ഒറ്റ ദിവസം കൊണ്ട് കത്തി ശാമ്പലാകണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി അങ്ങോട്ട് വരുമ്പോൾ ഹല്ലേലൂയ ഈ മുള്ളും പറക്കാരെയൊക്കെ എന്ത് ചെയ്യുക? അങ്ങോട്ട് കത്തി ശാമ്പലാണ്. നമ്മുടെ മുള്ളൊക്കെ നമ്മുടെ ഈ നമ്മളെ അങ്ങോട്ട് ഞെരുക്കും. എന്ത് ചെയ്യണം? ഈ വചനത്തെ അങ്ങോട്ട് ഞെരുക്കും. സാഹചര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളങ്ങ് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നോക്കിയാൽ ഈ വചനത്തെ അങ്ങ് ഞെരുക്കും. എന്നാൽ വചനത്തിന് എന്ത് ചെയ്യണം? വചനത്തെ ഒന്ന് ഫ്രീ ആയിട്ട് വിടണം. ഹല്ലേലൂയ. അതാണ് ക്രിസ്തുവിൽ സ്വതന്ത്രനാകുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഈ വചനം കേട്ട് കഴിഞ്ഞാൽ വചനം നിങ്ങൾ എന്ത് ചെയ്യുക? സാക്ഷാൽ സ്വതന്ത്രരാക്കുക. ആ വചനത്തെ നമ്മൾ അങ്ങോട്ട് ഞെരുക്കിക്കളയാതെ ആ വചനത്തിന് കർത്താവേ നിന്റെ ആത്മാവിൽ ആ വചനം ഒരു ജീവനുള്ള ഒരു വിത്ത, അതൊന്ന് വളരുവാൻ, നമ്മുടെ ഉള്ളിലൊന്ന് വളരുവാൻ, ആ നല്ല നിലത്തൊന്ന് വളരുവാൻ നമ്മളൊന്ന് സാഹചര്യം അങ്ങോട്ട് ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യുക? ദൈവത്തിൻ്റെ വചനം നമ്മൾ അങ്ങോട്ട് ഒരു ശക്തിയായിട്ട് അങ്ങ് വരും. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ എങ്ങനെയാ? ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവാറ്റുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള ആ ദൈവത്തിന്റെ വചനം അങ്ങോട്ട് ചെയ്യുന്ന അസ്ഥിമജ്ജകളെയൊക്കെ എന്ത് ചെയ്യുക? ചില രോഗമുള്ള സ്ഥാനത്ത് എന്ത് ചെയ്യുക? അസ്ഥിമജ്ജകളെയും ആത്മാവിനെയും എന്ത് ചെയ്യുക? വേർവിരിക്കുമ്പോൾ തുളച്ചു ചെല്ലുന്നതുമായ ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമായ ആ ദൈവത്തിന്റെ വചനം ശക്തിയായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും? അങ്ങ് റൂട്ട് ചെയ്യും. ഹല്ലേലൂയ. അവന്റെ സകല ജനവും അവന്റെ മുമ്പിൽ നഗ്നതും മലർന്നുമായി കിടക്കുന്നത് നമുക്ക് അപ്പോഴേ കണ്ണ് കാണാൻ പറ്റും. ഹല്ലേലൂയ. വചനം നമ്മളിൽ ഉണ്ടില്ല. നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണുകളെ കൊണ്ട് തുറക്കുമ്പോൾ ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ നിന്നാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് പ്രോബ്ലം എന്താണെന്നുള്ളത്
ദൈവം നമ്മെ കാണിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയദൃഷ്ടി അങ്ങോട്ടൊന്ന് പ്രകാശിക്കും. ഹല്ലേലൂയ. ആ ഉയരത്തിലെ ആ കാണുകളൊക്കെ കാണുവാൻ ചില കണ്ണുകളൊക്കെ ദൈവം അങ്ങോട്ട് തുറക്കണം ഈ ദിവസങ്ങളിലെ. ഹല്ലേലൂയ. അതിനാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ അങ്ങോട്ട് സ്റ്റാർട്ടിങ് വരുമ്പോഴേ ഉടനെ നമ്മൾ അങ്ങ് നിരാശപ്പെടാതെ, സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. ഹല്ലേലൂയ. ആ ദൈവത്തിൽ അങ്ങോട്ട് സന്തോഷിക്കുവാൻ, ബലപ്പെടുവാൻ. ഹല്ലേലൂയ. പാട്ടുകാരൻ പറയുന്ന പോലെ, കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോലെ കണ്ടിടുന്നേ കർത്താവേ. പാട്ടുകളൊക്കെ അങ്ങോട്ട് ഒന്ന് ഒന്ന് പാട്ടി ഒന്ന് സന്തോഷിപ്പാൻ. ഇരികോ മതിലുകൾ ഉയർന്നിരുന്നാലും അതിന്റെ വലിപ്പമോ സാരമില്ല. ഹല്ലേലൂയ. ഒന്നിച്ച് നാം ആർപ്പിടുമ്പോൾ വൻമതിൽ വീഴും കാഴ്ചവെട്ടിൽ. ഹല്ലേലൂയ. മനോഹരമായ പാട്ടുകളൊക്കെ ദൈവം അതിനാ ഓരോ പത്തന്മാരെ കൂടെ നമുക്ക് തന്നത്. ഇതൊക്കെ അന്നേരം എടുത്ത് പൂട്ടിക്കെട്ടി അടച്ചു പൂട്ടി ബെൽറ്റ് ഇട്ട് ഉറപ്പിച്ച് അവിടെ വെക്കാനല്ല. ഹല്ലേലൂയ. ആ യഹോവയിൽ അങ്ങോട്ട് സന്തോഷിപ്പാൻ, അങ്ങോട്ട് കൈകൊട്ടി അങ്ങോട്ട് പാടുവാൻ. ഈ എപ്പോഴും കൈകൊട്ടുക എന്ന് പറഞ്ഞ ഒരു സന്തോഷം കൂടുമ്പോഴാണ്. ചില ഒരു വചനത്തിൽ യിരെമ്യാവിന്റെ പുസ്തകത്തിൽ, ഞാൻ കൈകൊട്ടി എന്ത് ചെയ്യാനാ ആട്ടി വായിക്കും. നമ്മൾ കൈകൊട്ടുമ്പോൾ സാത്താന്റെ ശക്തികളൊക്കെ അങ്ങ് ഇറങ്ങി ഓടുക. കൈ കൊട്ടുന്നതിന് തന്നെ ഒരു ബലമാ, ശക്തിയാ. സാത്താന്യ ശക്തികൾ അവിടെ നിൽക്കത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ അങ്ങോട്ട് പാടി അങ്ങോട്ട് സന്തോഷിക്കുമ്പോ, ഹല്ലേലൂയ, ഓ അഗ്നിയിൽ ഇറങ്ങി വെള്ളത്തിന്മേൽ നടന്ന സർവശക്തന്റെ കൂടെ ഉണ്ട്. മരിച്ച നാൾ നാറ്റം വെച്ചാലും 4 നാളായി വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. ആ വിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മൾ അങ്ങോട്ട് വരട്ടെ. ഹബക്കൂക്ക് പ്രവാചകൻ അതാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നെന്ന് പറഞ്ഞാലും നിന്റെ വിശ്വാസം ചോർന്നു പോകരുത്. ആത്മാവിന്റെ ഒരു നങ്കൂര, ഒരു പ്രത്യാശ ദൈവം തന്നിട്ടുണ്ട്. സുവിശേഷത്തിൽ ഒരു വാക്യമുണ്ട്, ആ പ്രത്യാശ, ആ ഒരു പ്രത്യാശന്റെ ഇളകിപ്പോകാത്തൊരു പ്രത്യാശ. ആ പ്രത്യാശ മുറുകെ പിടിക്കണം. പ്രത്യാശ പോകരുത് നമ്മുടെ ഉള്ളിൽ നിന്ന്. എന്റെ ദൈവം എല്ലാം നന്മയ്ക്കായി എനിക്ക് ചെയ്യുന്നു, ദോഷമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. മലകളെയ്യാലും 48-ാം സങ്കീർത്തനം പറഞ്ഞ, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിന്റെ വെള്ളം വിരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് അതെന്ത് ചെയ്യാ, പൊട്ടിപ്പോയാലും നാം എന്ത് ചെയ്യാ, ഭയപ്പെടുകയില്ല. ഒരു ദൈവമുണ്ട്, അത്യുന്നതൻ നമ്മുടെ കരങ്ങളിൽ പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. അവിടുന്ന് കൈവിടുന്ന ദൈവമല്ല. യാക്കോബിന്റെ ദൈവം നമ്മോടുകൂടെ ഉണ്ട്. ഇസ്രായേലിന്റെ ദൈവം നമ്മുടെ ഹല്ലേലൂയ ദുർഗം എന്ത് ചെയ്യാ, ദുർഗമാകുന്നു. മിണ്ടാതിരുന്ന ദൈവം ഒന്ന് ഓർത്തുകൊള്ളുവേ. ഹല്ലേലൂയ. ഞാൻ എന്ത് യാതൊരു അത്ഭുതം പ്രവർത്തിക്കാം, ദൈവത്തിനായിട്ട് കാത്തിരിക്കുവാൻ, ദൈവശക്തിയിൽ ഒന്ന് ആശ്രയിക്കുവാൻ, എൻ്റെ ദൈവത്തിന്റെ ആ ബലത്തിൽ ഒന്ന് ആശ്രയിക്കുവാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുക. അവന്റെ വിളിയാനുള്ള ആശ ഇതൊക്കെയാ. നമ്മൾ ദൈവത്തെ ഒന്ന് രുചിച്ചറിയുവാൻ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോഴേ, സമയമായാലും വരുന്നല്ലോ, ഓക്കെ, ഫിലിപ്പിയലേഖനത്തിൽ പറയുന്നത് എന്താണ്? ഞാൻ സകലത്തിനും എന്ത് ചെയ്യാ, ശീലിച്ചിരിക്കുന്നില്ലേ. 4-ാം അധ്യായത്തിലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം അവിടെ എഴുതിയിരിക്കുന്നത്, എങ്കിലും ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നു, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ എന്ത് ചെയ്യാ, ശീലിച്ചിരിക്കുന്നു. കണ്ടോ? അപ്പൊ നമ്മള് ആദ്യം ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ആ കുഞ്ഞിന് കരയും, പാല് കൊടുക്കും. പിന്നെ കുഞ്ഞ് അമ്മ പാല് കഴിഞ്ഞയച്ച് പിന്നെ പശുപാല് കഴിക്കും. പിന്നെ ചെറിയ ചെറിയ കട്ടിയായ ആഹാരം കഴിക്കും. നമ്മൾ അവന് ഫുഡ് കൊടുക്കും. അത് മച്ചുറായിട്ട് വരുമ്പോഴേ പിന്നെ ഫുഡില്ലേലും അതിന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുമ്പോഴെന്ത് ചെയ്യാം, ഫുഡില്ലേ, ഇപ്പോൾ അമ്മമാരൊക്കെ ആണെന്നില്ല എത്രമാത്രം കഴിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല, എന്നാലും കുഞ്ഞിന് കൊടുക്കും. അവർക്ക് ഇല്ലായ്മ നീക്കാൻ അറിയാം. അതിനുവേണ്ടി 1 by 1 ആയിട്ട് ദൈവം നമ്മെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്തിട്ട് എന്ത് ചെയ്യുക, എല്ലാത്തിനും ഞാൻ എന്ത് ചെയ്യുക, ശീലിച്ചിരിക്കുന്നു. എന്നെ ഈ ശീലിച്ച നമ്മളെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഏത് സാഹചര്യത്തെയും നേരിടുവാനുള്ള ദൈവശക്തി അങ്ങോട്ട് വ്യാപരിക്കും നമ്മളിലെ. ഹല്ലേലൂയ. അതാണ് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോഴേ പൗലോസ് പത്രോസ് അപ്പോസ്തലനും അതാ പറഞ്ഞേ, 1-ാം അധ്യായത്തിൽ പറയുന്നത് എന്താ, ക്ഷണനേരത്തേക്കുള്ള നാനാ പരീക്ഷകളിൽ എന്ത് ചെയ്യുക, അല്പകാലം നാം ഒന്ന് ദുഃഖിച്ചേണ്ടി വന്നാലും
ഹല്ലേലൂയ. സ്വർഗത്തിൽ നമുക്കുള്ള നിക്ഷേപങ്ങളൊക്കെ ഒന്ന് ഓർക്കുമ്പോൾ, ആ സ്വർഗ സന്തോഷത്തെ ഒന്ന് ധ്യാനിക്കുമ്പോൾ കഷ്ടങ്ങൾ സാരമില്ല. ഹല്ലേലൂയ. എല്ലാം നീങ്ങിപ്പോകും. നമ്മളെ ഇതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവത്തിനൊന്ന് പ്രത്യാശ വെച്ച് ആ കറക്റ്റ് സമയത്തിന് ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ ഒന്ന് വിശ്വാസ കണ്ണാലൊന്ന് കാണുവാൻ, ഹല്ലേലൂയ, ആ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് തുറക്കുവാൻ, ആത്മീയ കണ്ണുകളൊക്കെ ഒന്ന് 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 തുറന്ന്, ഹല്ലേലൂയ, നമ്മോടുകൂടിയുള്ള ദൈവത്തിന്റെ ആ സാന്നിധ്യം ഒന്ന് അനുഭവിക്കുവാൻ, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഉടയവനായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ സന്തോഷങ്ങൾ, മഹിമകളെ, ആ പുതിയ യെരൂശലേമേയും പുതിയ നമ്മൾ ആ കർത്താവുമായിട്ടൊക്കെ ആ മണവാട്ടിയായിട്ടൊക്കെ അങ്ങോട്ട് പോയി രാജസന്നിധിയിലൊക്കെ കയറുന്നതൊക്കെ, മുത്തുമണികളായുള്ള കൊട്ടാരത്തിൽ അങ്ങോട്ട് വസിക്കുന്നതൊക്കെ ഒന്ന് വിശ്വാസ കണ്ണാലൊന്ന് കാണാം നമുക്ക്. അല്ലെങ്കിൽ എല്ലാ നിരാശയും ഭാരങ്ങളൊക്കെ അങ്ങ് നീങ്ങിപ്പോട്ടെ. ലേഖനത്തിൽ പറയുമ്പോൾ എന്താണ്? വിശ്വാസത്തിന്റെ നായനും പൂർത്തിവരുത്തുവാൻ യേശുവിനെ നോക്കുക. സ്ഥലഭാരം മുറുകെ പറ്റുന്ന പാപവും വിട്ടുകളഞ്ഞ്, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തില് സാത്താൻ കൊണ്ടുവന്ന നിരാശകളെല്ലാം മാറിപ്പോട്ടെ, രോഗബന്ധനങ്ങൾ അഴിഞ്ഞ് മാറിപ്പോട്ടെ. ഹല്ലേലൂയ. എന്നെ ശക്തനാകുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നുള്ള വചനപ്രകാരം കർത്താവേ നീ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് അങ്ങോട്ട് വിശ്വാസത്തോട് ധൈര്യത്തോട് ഏറ്റു പറയാം. ഹല്ലേലൂയ. ആളുകളൊക്കെ നിന്നോടൊക്കെ പ്രതിവാദം ചോദിക്കുന്നവരോട് എന്ത് ചെയ്യണം? തക്ക സമയത്ത് പറയാൻ നല്ല നല്ല വാക്കുകൾ ഒരുക്കി വെക്കണം. അല്ല നിരാശയുടെ വാക്കുകൾ നാം ഇന്റെ വായിൽ നിന്ന് വരാൻ പാടില്ല. ഹല്ലേലൂയ. ജീവനുള്ള വചനം നമ്മുടെ നാവിൽ നിന്ന് വരട്ടെ. എൻ്റെ വായ എന്ത് ചെയ്യണം? മൂർച്ചയുള്ള വാളാക്കി മാറ്റണം. നിരാശയുടെ വാക്ക് പറഞ്ഞാൽ വാക്ക് പറയുന്ന പോലെ ആയിത്തീരും. ഒത്തിരി ഉദാഹരണങ്ങൾ ഇപ്പൊ പറയാൻ സമയമില്ല. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ദൈവം നമ്മെ ഉറപ്പിക്കട്ടെ. ഹല്ലേലൂയ. നാം വായിച്ച വാക്യത്തിൽ പോലെ എന്താണ്? അത്യവൃക്ഷം ഇല്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടായിരിക്കില്ല, ഗോശാലയിൽ കന്നുകാലി ഉണ്ടായിരിക്കില്ല, എങ്കിലും എന്താ? ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഹല്ലേലൂയ. എന്റെ 19 വാക്യത്തില് ഉന്നതികളിൽ എന്നെ നടമാറാക്കുന്ന ദൈവം. ഹല്ലേലൂയ. അതാണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെ എന്ത് ചെയ്യുക? കർത്താവ് നിങ്ങളെ എന്ത് ചെയ്യുക? സ്വർഗത്തില് ഇരുത്തിയിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഭൂമിയിലല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഇടയാക്കട്ടെ. ഹൈബെറ്റ്സ് എന്ന് പറയുന്ന മാവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. കൊടുന്തുക്കായ മലയിൽ കൂടെ ഈ മാന് അതിസ്പീഡിൽ കൂടെ അവൻ ഓടും. മാത്രമല്ല വലിയ വലിയ ചെങ്കുത്തായ മലകളൊക്കെ എന്ത് ചെയ്യും? ഐബാക്സ് എന്ന് പറയുന്ന ഈ മാൻ എന്ത് ചെയ്യും? ചാടിക്കടക്കും. അത് ഒരു മലയിൽ നിന്ന് മറ്റേ മലയിലേക്ക് ഒറ്റ ചാട്ടം കൂടി ആടും. അപ്പൊ ഈ പുറകെ വരുന്ന പുലികളും ഒക്കെ അതുപോലെ ചാടാൻ തുടങ്ങും. പക്ഷെ പകുതി ആകുമ്പോൾ എന്ത് ചെയ്യും? അത് വലിയൊരു കുഴിയിലേക്ക് വീണ് അതങ്ങ് മരിച്ചു പോകും. എന്നാൽ ഈ മാൻ ഒരു ചാട്ടം ചാടിയ കറക്റ്റ് ആ പൊസിഷനിൽ വന്ന് 2 സെന്റിമീറ്ററിൽ അതിൻ്റെ ആ വിട്ടുണ്ട് അവിടെ വന്നത് വീണ് അങ്ങനെ അതിൻ്റെ കാലിനെ ദൈവം വെച്ചിരിക്കുക. ആ കാല് എന്ത് മനോഹരമാണ്. അതിൻ്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ നൈറ്റ് ബാറ്റ്സ് എന്നൊക്കെ അടിച്ച് നോക്കുമ്പോൾ അറിയാം. ഈ മാൻ ഓടി ആ മലയിൽ ഒക്കെ കയറി പോകുന്നതും മറ്റു മൃഗങ്ങളൊക്കെ അതിൻ്റെ കൂടെ താഴെ വീഴുന്നതും എന്ത് ഷാർപ്പായിട്ടാണെന്നറിയാം. ആ കാലുപോലെ ദൈവം ആക്കും. ശത്രു നമ്മുടെ പുറകെ വരും. ഹല്ലേലൂയ. നീ നോക്ക്, നമ്മൾ വീണെന്ന് തോന്നും. ഹല്ലേലൂയ. എന്നാൽ അതിന് മുമ്പേ ദൈവത്തിന്റെ അത്ഭുത കരം നമ്മെ താങ്ങും. ആ കഴിയുന്നതിന്റെ കുഞ്ഞുങ്ങളെ ചെറുകടിച്ച് പോകുമ്പോൾ ഹല്ലേലൂയ പറക്കുവാൻ ശീലിക്കുന്നത് പോലെ ചിലപ്പം ചില ശീലങ്ങളൊക്കെ കർത്താവ് നമുക്ക് തരുന്നതാ. ഹല്ലേലൂയ. അല്ലാതെ നമ്മളെ ദോഷമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. നമ്മളെ വേണ്ടി എല്ലാം നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന, തന്നെ സ്നേഹിക്കുന്ന, നമ്മെ ആ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി ചെയ്യുന്ന നല്ല കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. അതേ ഒരിക്കലും നമ്മളെ കൈവിടൽ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന, ഞങ്ങളെ ട്രെയിൻ ചെയ്യുന്ന, ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുന്ന, ശക്തരാക്കി തീർക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. പ്രഭാത സമയം, സന്ധ്യാസമയം നിന്റെ പാദമെടുത്ത് ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ സർവശക്തനായ ദൈവം ഞങ്ങളെ വിളിക്കത്തവണ്ണം യോഗ്യമായി കർത്താവേ, വിശ്വാസത്തിന്റെ നായനും പൂർത്തിവന്ന കർത്താവിനെ നോക്കിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് ഓടുവാൻ വേണ്ട ദൈവകൃപ ഞങ്ങൾക്ക് പകരുന്നതിനായി സ്തോത്രം കർത്താവേ. അവരുടെ പ്രവർത്തനം ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ കർത്താവേ, ഹല്ലേലൂയ. സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും എന്ത് പ്രതികൂലം വന്നാലും എങ്കിലും ഞാൻ എൻ്റെ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഉല്ലസിക്കും എന്നുള്ള വചന പ്രകാരം കർത്താവേ, നിന്നിൽ സന്തോഷിപ്പാനും നിന്നിൽ ആനന്ദിപ്പാനും എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ സ്തോത്രം ചെയ്യുവാനും ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളുടെ കവിഞ്ഞിരിപ്പാനും കർത്താവേ ദിവസങ്ങൾ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അന്തരഫലം എന്ന സ്തോത്രയാകും ഇടവിടാതെ അർപ്പിപ്പാൻ കാണുന്നതിനുള്ള കാണാത്തതിനെ തന്നെ കണ്ടുകൊണ്ട്
വിശ്വാസത്തിന്റെ നായനും പൂർത്തി വന്ന കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഞങ്ങളുടെ ക്രിസ്ത്യ ജീവിതം ജയോത്സവമായി നടത്തുവാൻ ഞങ്ങളെല്ലാം ശക്തരാകട്ടെ കർത്താവേ. രോഗങ്ങളാൽ ചില വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന പ്രിയമക്കളെ, ചില മാനസിക വിഷയങ്ങളിൽ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലെ ഭാരപ്പെടുന്ന മക്കളെ ദൈവരങ്ങളെ കേൾപ്പിക്കുന്ന കർത്താവേ. ചില ഉണങ്ങിയ അസ്ഥികളോട് യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുവാൻ ഹല്ലേലൂയ കർത്താവേ. അസ്ഥിക്കുടങ്ങൾ ജീവൻ വെക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഒരു സൈന്യമായി തീരട്ടെ, ദൈവത്തിന്റെ സഭ ഒരു സൈന്യമായി തീരട്ടെ. ഹല്ലേലൂയ. നിരാശ ഭാരങ്ങളൊക്കെ വിട്ട് ശത്രുവിന്റെ കെട്ടുകളെ കണ്ട് ഭയപ്പെടാതെ കർത്താവേ അവയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ എതിർത്ത് നിന്ന് കർത്താവേ ജയം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. നല്ല പോരാട്ടം പോരാടുവാൻ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. വിശ്വാസം കാത്തുകൊള്ളുവാനല്ല ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട് കർത്താവേ. നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം കർത്താവേ. ഓ നിന്റെ നാമം ഞങ്ങൾ കൂടെ ഉയരട്ടെ. ഹല്ലേലൂയ. പകർന്ന തൈലം പോലെ നിന്റെ നാമം കർത്താവേ ഹല്ലേലൂയ ജാതികളിൽ കർത്താവേ മഹിമപ്പെടുവാൻ ഞങ്ങൾ കർത്താവേ നീ ഉപയോഗിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. അപ്പൊ വയലിലായിരിക്കുന്ന എല്ലാ പ്രിയമക്കളെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന, ഡാൻസിലും നിർത്താവിൻ്റെയിലുമായിരിക്കുന്ന മക്കളെ ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ. കർത്താവിന് കരം പിടിച്ചവരെ നടത്തിക്കാട്ട് കർത്താവേ, ബലപ്പെടുത്തിക്കാട്ട് കർത്താവേ. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ കണ്ട് സന്തോഷിപ്പാൻ ദൈവോട് നിടയാക്കുന്നതിനായി സ്തോത്രം കർത്താവേ. എല്ലാവരും ഞങ്ങളുടെ കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലിരിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. ഓ മഹിമയ്ക്കായി കർത്താവേ, കർത്താവിന്റെ കാന്തയാക്കി ഞങ്ങളെ തീർത്തുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവേ. ഹല്ലേലൂയ. ആ ഭവനത്തിനായി സ്തോത്രം കർത്താവേ, സാന്നിധ്യത്തിനായി സ്തോത്രം. നിന്നിൽ ഞങ്ങൾ സന്തോഷിക്കട്ടെ, ആനന്ദിക്കട്ടെ. ഹല്ലേലൂയ. യോയെങ്കിലും സന്തോഷം ഞങ്ങളുടെ ബലമായിരിക്കട്ടെ അപ്പാ. എല്ലാ നന്മ നിറച്ചാട്ട് കർത്താവേ. പ്രത്യാശയോടെ ഞങ്ങൾ ഈ പ്രകാരം ചെയ്യാൻ കൃപ തന്നാട്ടെ. കർത്താവിന്റെ നാമം മഹിമയ്ക്കായി തീരട്ടെ. എല്ലാ കൃപകളായി നിറച്ച് നിത്യവരവിനായി ഒരുക്കും അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയായി കേൾക്കണമേ. ആമേൻ. ആമേൻ.